നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി NDAയിൽ ലയിച്ചു. ഘടകകക്ഷി സ്ഥാനത്തിൽ സന്തോഷമെന്ന് ചെയർമാൻ സജി മഞ്ഞക്കടമ്പ്. അരവിന്ദ ആശുപത്രിയുടെ അമൃതസ്പർശം പദ്ധതിക്ക് തുടക്കം. 1 വർഷം കൊണ്ട് 10,000 പേർക്ക് സൗജന്യ ഡയാലിസിസ്. പദ്ധതി നാടിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വാഴൂർ 17-ാം മൈൽ ചെങ്ങളം റോഡ് യാത്രായോഗ്യമല്ലാതായി. മറ്റപ്പള്ളി പാലവും അപകടാവസ്ഥയിൽ. അടിയന്തര ഘട്ടങ്ങളിൽ പോലും വാഹനം കിട്ടാതെ പ്രദേശവാസികൾ വലയുന്നു. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി NDAയിൽ ചേർന്നു. പാർട്ടിയെ ഘടകകക്ഷിയാക്കിയതിൽ സന്തോഷിക്കുന്നുവെന്ന് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പ്. കേരളത്തിലെ ഇടതു വലതു മുന്നണികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയുടെ അവസരവാദ രാഷ്ട്രീയം തുറന്നുകാട്ടി കേരളത്തിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് കൂടി പങ്കാളിയായ NDA കരുത്ത് തെളിയിക്കുമെന്ന് സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ NDAയുടെ ഘടകകക്ഷി ആക്കിയതിന്റെ സന്തോഷ സൂചകമായി കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ മധുര പലഹാര വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം, വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, ട്രഷറർ റോയി ജോസ്, സംസ്ഥാന ഭാരവാഹികളായ മോഹൻദാസ് അമ്പലാറ്റിൽ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല, ബിനു ഐരമല, രഞ്ജിത്ത് എബ്രഹാം തോമസ്, അഡ്വക്കേറ്റ് മഞ്ജു K നായർ, NR വിനയചന്ദ്രൻ, വിനയ് നാരായണൻ, അഡ്വക്കേറ്റ് രാജേഷ് പുളിയന്നത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അരവിന്ദ ആശുപത്രിയുടെ 1 വർഷത്തിനുള്ളിൽ 10,000 സൗജന്യ ഡയാലിസിസ് ചെയ്യുന്ന അമൃതസ്പർശം പദ്ധതിക്ക് തുടക്കമായി. പൊൻകുന്നം അരവിന്ദ ആശുപത്രിയിൽ നടന്ന ചടങ്ങ് കേന്ദ്ര ന്യൂനപക്ഷക്ഷേമ, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പൊൻകുന്നം അരവിന്ദ ആശുപത്രിയിൽ അമൃതസ്പർശം പദ്ധതി ആരംഭിച്ചു. അരവിന്ദ ആശുപത്രിയിൽ 1 വർഷത്തിനുള്ളിൽ 10,000 സൗജന്യ ഡയാലിസിസ് ചെയ്യുന്ന പദ്ധതിയാണിത്. വൃക്കരോഗത്താൽ വലയുന്ന, ഡയാലിസിസിനും മറ്റുമായി വലിയ തുക ചെലവഴിക്കാൻ കഴിയാത്തവർക്ക് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് അമൃതസ്പർശം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കേന്ദ്ര ന്യൂനപക്ഷക്ഷേമ സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ നിർവഹിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ സമൂഹത്തെ തന്നെ പിടിച്ചു കുടിക്കുക. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളിലേക്ക്, നമ്മുടെ ജീവിത രീതികളിലേക്ക്, അതുപോലെ ആയുഷ് ചിന്തകളിലേക്ക് നമ്മൾ തിരിയണം. ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. ജോസഫ് റബ്ബേഴ്സ് MD, അഡ്വക്കേറ്റ് PJ ഡൊമിനിക് അമൃതസ്പർശം സമർപ്പണം നടത്തി. റബ്ബർ ബോർഡ് മെമ്പർ P രവീന്ദ്രൻ, KVMS CC സൊസൈറ്റി വൈസ് പ്രസിഡന്റ് CK രാധാകൃഷ്ണൻ, N ഹരി, ലിജിൻലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഴൂർ 17-ാം മൈൽ ചെങ്ങളം റോഡ് യാത്രായോഗ്യമല്ലാതായിട്ട് നാളുകളായി. കുണ്ടും കുഴിയും നിറഞ്ഞ് കാൽനട യാത്ര പോലും ദുഷ്കരമാണ് ഇപ്പോൾ. അടിയന്തര ഘട്ടങ്ങളിൽ പോലും ഓട്ടം വിളിച്ചാൽ വാഹനങ്ങൾ വരാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പള്ളിക്കത്തോട്, വാഴൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന 17-ാം മൈൽ ചെങ്ങളം റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. മഴക്കാലമായതോടെ റോഡിന്റെ അവസ്ഥ പറയുകയും വേണ്ട. ഈ വഴിയുള്ള കൈപ്പയ്ക്കൽ മറ്റപ്പള്ളി പാലവും അപകടാവസ്ഥയിലാണ്. പാലത്തിന്റെ കൈവരികൾ തകർന്നു കിടക്കുകയാണ്. കൂടാതെ പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് ദ്രവിച്ച കമ്പികൾ പുറത്തേക്ക് കാണുന്ന അവസ്ഥയിലാണ്. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നത് ഈ പാലത്തിലൂടെയാണ്. സമീപത്തെ സ്വകാര്യ പാറമടയിൽ നിന്നും പാറയുമായി ഭാരവാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്നതാണ് റോഡ് നശിക്കാൻ കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏതാണ്ട് 2 വർഷത്തോളമായി റോഡ് ഇങ്ങനെ ഇതേ അവസ്ഥയിലായിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. ഇവിടെ ഒരു പാറമട വന്നിട്ടുണ്ട്. ആ പാറമട വന്നതിന് ശേഷം അമിത ഭാരം കയറ്റിയ ലോറികൾ കടന്നു പോകുന്നതാണ് ഈ റോഡ് ഇത്രയും പ്രയോജനവസ്ഥയിൽ. ഇപ്പം ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളാണ്. പിള്ളേർ കഴിഞ്ഞ സ്ഥലം ഒരു കൊച്ചു സ്കൂളിൽ പോയിട്ട് എനിക്ക് ചെളി ചേർത്തിട്ട് സ്കൂളിൽ പോകാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ ഈ അപ്പച്ചൻ കോളനിയിലെ കുട്ടിക്ക്. നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിക്കാർക്ക് ഈ ടിപ്പറുകാരിൽ നിന്ന് അമിത ഭാരം കയറി അവർ പാഞ്ഞു വരുന്ന മറ്റു വണ്ടിക്കാരെ ഒന്നും ശ്രദ്ധിക്കാതെ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടുന്നത് മിക്ക ദിവസവും സംഭവിക്കുന്നുണ്ട്. എത്രയും വേഗം മറ്റപ്പള്ളി പാലവും അനുബന്ധ റോഡും പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 3 വർഷമായിട്ട് ഈ വഴി ടെൻഡർ ചെയ്തിട്ടുണ്ടെന്നാണ് BMTC ടാറിങ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആരും ഒന്നും പറയില്ല. ഇത് ഇന്ന് ചെയ്യും നാളെ ചെയ്യുമെന്ന് ഓർത്ത് എല്ലാവരും ഇങ്ങനെ അത് ഓർത്തോണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും ചെയ്യല. നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ ഇതുപോലെ PWD പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു ഇതുമില്ല. എന്നിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടില്ല, കണ്ടു കാണുമല്ലോ, സൈഡെല്ലാം കെട്ടി ഒരു ഇതുമില്ലാതെ ഉള്ള ഇതാണ്. പാലം മൊത്തം അപകടത്തിലാണ്. അത് നേരത്തെ തന്നെ അതിൻ്റെ അടി പോയിരുന്നതാണ്. അത് ഇപ്പോൾ ഒരു പിന്നെ പാറമട തുടങ്ങി കഴിയുമ്പോൾ അതിൻ്റെ അടി സൈഡ് ഒരു ബലപ്പെടുത്തി. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, മൊത്തം ഇടിഞ്ഞു പോയി. എപ്പോഴും ഇത് ലോറിയായിട്ട് താഴെ പോകുമെന്ന് അറിയത്തില്ല. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം മാമ്മൻ മാപ്പിള ഹാളിൽ സംഘടിപ്പിച്ച
ഫോട്ടോ പ്രദർശനം സമാപിച്ചു. ജനങ്ങളുടെ മനസ്സിൽ എന്നും ജീവിക്കുന്ന ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു ചിത്രങ്ങൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ നിന്നുള്ള 364 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. പ്രദർശനം ശനിയാഴ്ച സമാപിച്ചു. രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ എത്തി ഉമ്മൻചാണ്ടിയുടെ വിവിധ കാലഘട്ടങ്ങളിലെയും പൊതുരംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും പ്രവർത്തിച്ചിട്ടുള്ള ചിത്രപ്രദർശനം സന്ദർശിച്ചു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, CPIM നേതാവ് അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ്, കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, മറ്റ് നേതാക്കൾ എന്നിവർ സന്ദർശന വേളയിൽ പങ്കാളികളായി. ഉമ്മൻചാണ്ടിയുടെ ആദ്യ കാലഘട്ടം തൊട്ടുള്ള വിവിധ ഫോട്ടോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തനം, ആദ്യമായി മത്സര രംഗത്ത് കടന്നുവന്ന ചിത്രം, ഇന്ദിരാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും K. കരുണാകരൻ, രാഷ്ട്രപതിമാർ, പ്രധാനമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർക്കുമൊപ്പമുള്ള ചിത്രങ്ങളും ശ്രദ്ധേയമാണ്. നിയമസഭാ കാലഘട്ടത്തിൽ ഉള്ള പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയുമായുള്ള ചിത്രങ്ങളും നിരവധി. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ അവരിൽ ഒരാളായി നിൽക്കുന്ന ചിത്രങ്ങളും വളരെയേറെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. അതേ ആൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയ യാത്രയയപ്പാണ് ചിത്രപ്രദർശനത്തിലെ അവസാന ചിത്രം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ കനാലിൽ വീണ് ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചു കേരളത്തിലെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനത്തിലെ അനാസ്ഥയ്ക്കെതിരെയും കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധം കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നഗരമാലിന്യ കനാലിൽ ശുചീകരണ തൊഴിലാളി പിടഞ്ഞു മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചും കേരളത്തിലെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനത്തിലെ കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെയും കേരള യൂത്ത് ഫ്രണ്ട് തലസ്ഥാനത്ത് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം. പാളയത്തു നിന്നും ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ എത്തിയതിനെ തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മലയാളിയെ മാലിന്യത്തിൽ മുക്കിക്കൊള്ളുന്ന സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ വിഷയം ഈ പറയുന്ന വലിയ നമ്മളെല്ലാവരും ടിവിയിലും മറ്റു മാധ്യമങ്ങളിലും കണ്ടതാണ്. ഇത്രയേറെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ഒരു റോഡ് അത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഉത്തരവാദിത്തമെടുത്ത് മുന്നോട്ട് വന്ന് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ പരിഹാരം കാണുമെന്ന് പറയാനുള്ള ആർജവം ഇവരാരും തന്നെ കാണിച്ചു. നമുക്കറിയാം 1980കളുടെ അവസാനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാന്യനായ ചെയർമാൻ ശ്രീ PJ ജോസഫ് അന്ന് കേരളത്തിലെ 14 ജില്ലകളിലും സെമിനാറുകൾ സംഘടിപ്പിച്ച മാലിന്യമില്ലാത്ത മലയാളമാണ് എന്നൊരു ആശയം അന്ന് കേരളത്തിലെ 14 ജില്ലകളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റ് നിയോജക സ്ഥലങ്ങളിലും സെമിനാറുകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പ്രതിഷേധത്തിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരു ബിരിയാണി ചെമ്പിൽ ശേഖരിച്ച മാലിന്യങ്ങൾ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിക്ഷേപിക്കാൻ തുനിഞ്ഞ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരെ ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. സംഘർഷം മൂർച്ഛിച്ചതോടെ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ ജോസഫ് M. പുതുശ്ശേരി, കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ, കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ജോണി ചെക്കിട്ട തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാബിനറ്റ് ന്യൂസ്, പൊൻകുന്നം. പാലാ രാമപുരത്ത് കന്യാസ്ത്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി സ്വദേശിനി ആൻമരിയയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. രാമപുരം പുതുവേലി മോർണിംഗ് സ്റ്റാർ മഠത്തിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിസ്റ്റർക്ക് ഓർമ്മക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി മഠം അധികൃതർ അറിയിച്ചു. രാമപുരം പോലീസ് എത്തി മേൽ നടപടി സ്വീകരിച്ചു. മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് മുൻ എഡിറ്റർ ഇൻചാർജും കോട്ടയം പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമായിരുന്ന KA ഫ്രാൻസിസിന്റെ സ്മരണാർത്ഥം കോട്ടയം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് മാതൃഭൂമി ഓൺലൈൻ കണ്ടന്റ് റൈറ്റർ UM മുഹമ്മദ് സാബിത്ത് ഏറ്റുവാങ്ങി. മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് മുൻ എഡിറ്റർ ഇൻചാർജും കോട്ടയം പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമായിരുന്ന KA ഫ്രാൻസിസിന്റെ സ്മരണാർത്ഥം കോട്ടയം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാര സമർപ്പണ ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി ഓൺലൈനിലെ കറന്റ് റൈറ്റർ UM മുഹമ്മദ് സാബിത്തിന് അവാർഡ് സമ്മാനിച്ചു.
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം KA ഫ്രാൻസിസിനെ അനുസ്മരിച്ചു. 25,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. മലയാള മനോരമയിലെ അരുണിമ ജയൻ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിനുള്ള പുരസ്കാരം സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ രൂപതയുടെ 3ാമത് പ്രവാസി സംഗമം കൊയിനോനിയ 24 പാലാ സെന്റ് തോമസ് കോളേജ് ബിഷപ്പ് വയലിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. പാലാ രൂപതയുടെ 3ാമത് പ്രവാസി സംഗമം കൊയിനോനിയ 24 പാലാ സെന്റ് തോമസ് കോളേജ് ബിഷപ്പ് വയലിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. മാർ ജോസഫ് കല്ലറങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ജോസഫ് പള്ളിക്കപ്പറമ്പിൽ ജൂബിലി സന്ദേശം നൽകി. PDMA കുവൈറ്റിന്റെ ലോക പ്രകാശനവും സുറിയാനി പാട്ടു മത്സരത്തിന്റെ സമ്മാനദാനവും നിർവഹിച്ചു. മോൺ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷനായിരുന്നു. പാലിയേറ്റീവ് വിങ്ങിന്റെ ഉദ്ഘാടനം മോൺ ജോസഫ് മാലേപ്പറമ്പിൽ നിർവഹിച്ചു. കുട്ടികൾക്കായുള്ള വ്യക്തിത്വ വികസന പരിപാടിയുടെ ഉദ്ഘാടനം മോൺ ഡോക്ടർ സെബാസ്റ്റ്യൻ വേത്താനത്ത് നിർവഹിച്ചു. മെഡിക്കൽ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം മോൺ ഡോക്ടർ ജോസഫ് കാണിയോടിക്കൽ നിർവഹിച്ചു. ഫാദർ ബെന്നി മുണ്ടനാട്ട്, ഫാദർ ജോർജ് നെല്ലിക്കൽ, ഷാജി മോൻ, ജൂട്ടസ് പോൾ, ഷിനോജ് മാത്യു, സോജൻ ജോൺ കല്ലുപുര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം ജില്ലാ ജോഗ്രഫി ടീച്ചേഴ്സ് അസോസിയേഷൻ എക്സലൻസ് അവാർഡ് 2024 പാലാ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലയിലെ 17 സ്കൂളുകളിൽ നിന്നുള്ള 52 കുട്ടികൾ അവാർഡിന് അർഹരായി. +1 ജോഗ്രഫി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ A+ കിട്ടിയ കോട്ടയം ജില്ലയിലെ 17 സ്കൂളുകളിൽ നിന്നായി 52 കുട്ടികൾക്ക് എക്സലൻസ് അവാർഡ് മൊമെന്റോകൾ നൽകി. പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ KV സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഷാജു വി തുരുത്തൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ അംബ്ലി PR മുഖ്യപ്രഭാഷണം നടത്തി. ബൈജു കൊല്ലപ്പറമ്പിൽ, ബിജി ജോജോ, റീനാമോൾ എബ്രഹാം, ബിനോയ് VV, അബ്ദുൾ ഹാരിസ്, ശ്രീമതി വിദ്യാ P നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. +1 അവാർഡ് നൽകുന്നത് +2 ഉന്നത വിജയം നേടാൻ കുട്ടികൾക്ക് പ്രചോദനമാകുന്നതിനു വേണ്ടിയാണെന്നും ഇത് നല്ല മാതൃകയാണെന്നും ചെയർമാൻ ഷാജു തുരുത്തൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. കോട്ടയം നാഗമ്പടം കെൽട്രോൺ നോളജ് സെന്ററിൽ 23 ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് എന്നീ കോഴ്സുകളുടെ സൗജന്യ സെമിനാർ നടത്തും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്ക് ഫോൺ 9072592416. കിടങ്ങൂർ സഹകരണ അക്കാദമിയുടെ നിയന്ത്രണത്തിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് ഗസ്റ്റ് ലെക്ചർമാരുടെ ആവശ്യമുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകളുമായി 22/10 കോളേജ് ഓഫീസിൽ നേരിട്ടെത്തണം. ഫോൺ 9774060502. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ 23 വാർഡ് ഗ്രാമസഭ ഞായറാഴ്ച രാവിലെ 11:30 ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി NDAയിൽ ലയിച്ചു. ഘടകകക്ഷി സ്ഥാനത്തിൽ സന്തോഷമെന്ന് ചെയർമാൻ സജി മഞ്ഞക്കടമ്പ്. അരവിന്ദ ആശുപത്രിയുടെ അമൃതസ്പർശം പദ്ധതിക്ക് തുടക്കം. 1 വർഷം കൊണ്ട് 10,000 പേർക്ക് സൗജന്യ ഡയാലിസിസ്. പദ്ധതി നാടിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വാഴൂർ 17-ാം മൈൽ ചെങ്ങളം റോഡ് യാത്രായോഗ്യമല്ലാതായി. മറ്റപ്പള്ളി പാലവും അപകടാവസ്ഥയിൽ. അടിയന്തര ഘട്ടങ്ങളിൽ പോലും വാഹനം കിട്ടാതെ പ്രദേശവാസികൾ വലയുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.